പക്ഷേ അതിൻ്റെ വീലൂരിയത് ആദ്യമായിട്ടാണ്. അപ്പം എനിക്കിതറിയില്ലായിരുന്നു ഇതിങ്ങനെ മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മെക്കാനിക്കൽ പ്രോബ്ലം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ വണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലിടാറില്ല. രാത്രി ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി വണ്ടി ഇട്ടിരുന്നു. പക്ഷേ ഇതിനകത്ത് കണ്ട ഒരു ചെറിയ സംശയം ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള പോലീസുകാരും കണ്ടവരും പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയം, ഇതിൻ്റെ നട്ട് മാത്രമില്ല, പക്ഷേ ബോൾട്ടുണ്ട്. അപ്പോൾ നട്ട് ഊരിപ്പോയിട്ട് ഈ നട്ട് ബോൾട്ട് അവിടെ അതേ തന്നെ നിൽപ്പുണ്ട്, വണ്ടിയിലുണ്ട്. വീല് മാത്രം ഊരിപ്പോയി. അപ്പോൾ അങ്ങനെ ഊരുമോ എന്നുള്ള എൻ്റെ സംശയം. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അന്വേഷിക്കട്ടെ. ഇല്ല, എന്നെ അങ്ങനെ ഭയപ്പെടുത്താനൊന്നും പറ്റത്തില്ല. വരും നാളെ രാവിലെ വരും. പിന്നെ റിസൾട്ട് നാളെ എത്തും. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ഉദ്ഘാടന സമ്മേളനം തന്നെ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ലണ്ടനിലൊരു പ്രോജക്റ്റ് നേരത്തെ സൈൻ ചെയ്തതാണ്. ഈ സിനിമാ രംഗത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരാർട്ടിസ്റ്റ് മാത്രമായിട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രശ്നമുണ്ടാകും. വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഇത് നേരത്തെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അനുവദിച്ചു പൊക്കോളാൻ. സമാപനത്തിന് അദ്ദേഹം എത്തും. അതിനെപ്പറ്റി വേറെ വിമർശനത്തിന് ആവശ്യമില്ല. പിന്നെ എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ളവരും ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഉയർന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കും. IFFK വൻ വിജയമാണ്. നല്ല തരത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനിടയിൽ പൊളിറ്റിക്കലായിട്ട് ഞങ്ങളൊക്കെ പല കാര്യങ്ങളും പോയേണ്ടി വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിക്കുമെന്നുള്ള സാഹചര്യം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരു ടെൻഷനുമില്ലാതെ ഗംഭീരമായി നടന്നു. പുതിയ സാഹചര്യത്തിൽ വലിയ ജനകീയമായിട്ട് ആ പദ്ധതി ഇത് മാറിയിരിക്കുന്നു. എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും അപകടത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് പത്രക്കാരായി നിങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റി. അങ്ങനെ തന്നെ തുടരട്ടെ.